ഡോക്ടർ ലവ് ഭാഗം 48. രചന സംഭാഷണം രുദ്രരുദ്രപ്രിയ. ഇവളെ കൊണ്ട് തോറ്റു. ഈശ്വര, പെണ്ണമ്മയുടെയും ചാരുവിൻ്റെയും മുന്നിൽ എൻ്റെ വില കളയുമല്ലോ. അരുൺ മുകളിലേക്ക് നോക്കി കണ്ണടച്ചു. എന്തായടി പോയിട്ട്? നിന്റെ ഏട്ടൻ എന്തു പറഞ്ഞു? കീർത്തി വരുമ്പോൾ ചാരുവിന് അരുൺ എന്തു പറഞ്ഞു എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു. എന്ത് പറയാൻ, എന്നോട് വലിയ ജാടയിട്ടു. അതുകൊണ്ട് ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞിട്ട് വന്നു, കീർത്തി ഏട്ടനെ പിടിച്ച് ഉമ്മ വെച്ച ചമ്മൽ മറയ്ക്കാനാണ് വരാത്തതെന്ന്. എടി ദ്രോഹി, നീ ഇതെന്താ മനുഷ്യൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞത്? എന്ത് കരുതി കാണും എന്നെക്കുറിച്ചോ? ഓ പിന്നെ, നിന്നെക്കുറിച്ച് എന്ത് കരുതാൻ? നീ ഇങ്ങോട്ട് വാ പെണ്ണേ, ഇതൊക്കെ നിസ്സാരമല്ലേ? ചാരു കീർത്തിയുടെ കയ്യും പിടിച്ച് അടുക്കളയിലേക്ക് ചെന്നു. ആരാ ഇത് പറയുന്നത്? ഇതിനൊക്കെ PhD എടുത്ത സിസ്റ്റർ ചാരുനന്ദിനിയോ? അതുവരെ വീരശൂര പരാക്രമിയെ പോലെ കീർത്തിയുടെ മുന്നിൽ നിന്ന ചാരു കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെയായി. അവളുടെ വിളറിയുള്ള ആ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ കീർത്തിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. എന്താ പിള്ളാരെ ഇത്രമാത്രം പറഞ്ഞു ചിരിക്കാൻ? എന്നോടുകൂടി പറ, ഞാനും ചിരിക്കട്ടെ. അമ്മയുടെ പറച്ചിൽ കേട്ട് രണ്ടുപേരും ഞെട്ടി അവരെ നോക്കി. തൽക്കാലം അമ്മ ഇതറിയണ്ട. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ചിരിയല്ല, പകരം അറ്റാക്ക് വരും. കീർത്തി ചാരുവിനെ നോക്കി പ്രത്യേക ഇനത്തിൽ പറഞ്ഞു. അതെന്താടി, അത്രയും ഭീകരമായ കാര്യമാണോ? ആണോന്ന് ചോദിച്ചാലാണ്. ചാരുവിൻ്റെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ട് അവൾ വേഗം കിച്ചണിൽ നിന്നും റൂമിലേക്ക് പോയി. ഹാവൂ, പെണ്ണിൻ്റെ അടുത്ത് നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു. ഫോൺ വിളിച്ചത് ആരാണെങ്കിലും അവർക്കൊരു 100 നന്ദി പറഞ്ഞുകൊണ്ട് ചാരു റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് അശ്വിൻ്റെ കോളാണ്. ആഹാ, നല്ല ബെസ്റ്റ് ആളാണ് വിളിച്ചിരിക്കുന്നത്. ഇനി ഇതുകൂടി കണ്ടു കഴിഞ്ഞാൽ ആ പെണ്ണ് കളിയാക്കി മനുഷ്യനെ കൊല്ലും. വേഗം ഫോണുമായി അവൾ ബാത്റൂമിലേക്ക് കയറി. ഹലോ സിസ്റ്ററെ, ഇവിടുന്ന് പോയിട്ടിപ്പോൾ മണിക്കൂർ എത്രയായി? എന്നിട്ട് ഇതുവരെയായിട്ടും ഒന്ന് വിളിക്കാൻ പോലും തോന്നിയോ? അശ്വിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പെണ്ണിൻ്റെ മുഖം തുടുത്തു. വീട്ടിൽ വന്നത് മുതൽ അല്പം മുമ്പ് അടുക്കളയിൽ വെച്ച് നടന്നത് വരെയുള്ള കാര്യങ്ങൾ ഒന്നുപോലും വിടാതെ അവനോട് പറഞ്ഞു കേൾപ്പിച്ചു. ആഹാ, അപ്പോൾ കീർത്തി നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല. ആളൊരു ഉമ്മച്ചനാണല്ലേ? പിന്നെ ഈ പറയുന്ന ആൾക്ക് അതൊട്ടും അറിയാത്തതുപോലെ. കീർത്തിയെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ ചാരുവിൻ്റെ ആ പറച്ചിൽ കൂടി കേട്ടപ്പോൾ അശ്വിന് ചിരി വന്നു. അതുപോട്ടെ, ഇനി എന്നാ ഇങ്ങോട്ട് വരുന്നത്? അല്പനേരം നിന്നെ കാണാഞ്ഞിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ. ഞാൻ മറ്റന്നാൾ വരുമെന്ന് പറഞ്ഞില്ലേ ഡോക്ടറെ? ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് നീ അങ്ങ് പോയപ്പോൾ വല്ലാത്തൊരു സങ്കടം. വാവേ, അത്രയും നേർത്തൊരു വിളിയൊച്ച ഫോണിലൂടെ കേട്ടപ്പോൾ ചാരു അറിയാതെ മൂളിപ്പോയി. ഞാൻ രാത്രിയിൽ ആരും അറിയാതെ വീട്ടിൽ വന്നോട്ടെ. എന്തിന്? ചാരുവിൻ്റെ ഒച്ച ഉയർന്നു പോയി. ഒന്ന് കാണാൻ. അല്ലാതെ എന്തിനാ? വേണ്ട, വരണ്ട. അതും നട്ട പാതിരാത്രിയിൽ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് നിന്നെ കാണാതെ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്ലീസ് അച്ചുവേട്ടാ, ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്. ഞാൻ ഇന്നല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതിനിടയിൽ ഇപ്പോൾ എന്താ? അത് പിന്നെ എനിക്ക് നിന്നെ കാണാൻ തോന്നുമ്പോൾ പറ്റില്ലെന്ന് എൻ്റെ മനസ്സിനോട് പറയാൻ കഴിയില്ല. അച്ചുവേട്ട എന്ത് പറഞ്ഞാലും ഈ ഒരു കാര്യം ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഫോൺ വയ്ക്കുക. ബാത്റൂമിൽ നിന്നും ടെൻഷനോട് കൂടിയാണ് ചാരു പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി അവനെങ്ങാനും പാതിരാത്രിയിൽ വരുമോ എന്നതായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ. ബെഡിൽ അവളെ നോക്കിയിരിക്കുന്ന കീർത്തിയെ കണ്ടപ്പോൾ ചിന്തകളെല്ലാം 4 ചുറ്റും പരന്നു. ഈ റൂമിനുള്ളിൽ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് നിനക്ക് സംസാരിക്കാൻ ബാത്റൂമിനകമേ കിട്ടിയുള്ളൂ. നിന്റെ കാമുകൻ എന്ന് പറയുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ നാണം കെടുത്തിയോ പെണ്ണേ നീ? കീർത്തിയുടെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയുമോ ഡോക്ടറോട്? അതെനിക്ക് നേരത്തെ മനസ്സിലായതാണ്. പിന്നെ വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. കാരണം ഡോർ ചാരിയിട്ടുണ്ടെങ്കിലും നിന്റെ ശബ്ദം അങ്ങ് ഹാളിൽ വരെ കേൾക്കാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോണിലൂടെ പറഞ്ഞതൊക്കെ നീ കേട്ടോ? കേൾക്കാതിരിക്കാൻ എനിക്ക് ചെവിക്ക് പൊട്ടൊന്നുമില്ലല്ലോ. ഡോക്ടർ പറയുകയാണ് ഇന്ന് രാത്രിയിൽ ഇവിടേക്ക് വരുമെന്ന്. ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എന്താടി നീ പറഞ്ഞത്? ഡോക്ടർ ഇങ്ങോട്ട് വരുന്നെന്നോ? എന്തിന്? അപ്പോൾ അത് നീ കേട്ടില്ലായിരുന്നോ? ചാരു വിളറി വെളുത്തു. ചാരുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ കീർത്തിക്ക് ചിരി വന്നു. ദുഷ്ടേ, നീ ഒന്നും കേട്ടില്ല, എന്നിട്ടാണ് അവൾ ഈ ബിൽഡപ്പൊക്കെ കാണിച്ചത്. പോ അങ്ങോട്ട്, ഞാൻ മിണ്ടില്ല. ചാരു പിണങ്ങി ബെഡിൽ കയറി കിടന്നു. അങ്ങനെ പറയല്ലേ എൻ്റെ ഭാവി നാത്തൂനെ. ഒന്നുമില്ലെങ്കിൽ ഇത്രയും നല്ലൊരു ആങ്ങളയെ നീ എനിക്ക് തന്നതല്ലേ. അപ്പോൾ അതിൻ്റെ നന്ദി എനിക്ക് എന്തായാലും നിന്നോട് കാണും. അതിന് എൻ്റെ ചേട്ടൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. ആര് പറഞ്ഞ് ചെയ്തില്ലെന്ന്? എന്നിട്ടാണോ ഞാൻ കൊടുത്ത ഉമ്മ വാങ്ങി വെച്ചിരിക്കുന്നത്? ഇഷ്ടമായില്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു തന്നോട്ടെ. അമ്പടി, നീ ആള് കൊള്ളാമല്ലോ. ചാരു കീർത്തിയെ നോക്കി കളിയാക്കി. എൻ്റെ ഉമ്മയല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം. ആ ഡോക്ടർ ഇന്ന് പാതിരാത്രി നിന്നെ കാണാൻ വരുന്നതാണ്.
ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയടി, പക്ഷെ കേൾക്കുന്നില്ല. ഇവിടേക്ക് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഈശ്വര, അത് ഓർക്കാൻ തന്നെ എനിക്ക് വയ്യ. എൻ്റെ കയ്യും കാലും വിറയ്ക്കുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് വിറയ്ക്കണ്ട, ഇത് വീടാണ്. എന്തെങ്കിലും പറയാം. ആ ഹോസ്പിറ്റലിലെ രണ്ടും കൂടി കാണിച്ചു കൂട്ടുന്നത് ദൈവം പോലും സഹിക്കില്ല. കീർത്തി പറയുമ്പോൾ ചാരു മുഖം വീർപ്പിച്ച് അവളെ നോക്കി. നീ എന്നെ ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട, ഞാൻ സത്യമാണ് പറഞ്ഞത്. എത്ര തവണ ആ വൃന്ദ ഡോക്ടറും ഞാനുമൊക്കെ നിങ്ങളുടെ സീന് കണ്ട് കണ്ണ് തള്ളിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ സേഫാണ്. അപ്പോൾ നീ പറയുന്നത് ഡോക്ടർ വന്നോട്ടെ എന്നാണോ? ചാരു വിശ്വാസം വരാത്ത പോലെ കീർത്തിയെ നോക്കി. അയ്യടി, ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഡോക്ടർ ഇവിടെ വരാനാണോ? പെണ്ണിൻ്റെ മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞാലും ഡോക്ടർ കേൾക്കില്ല. നീ എന്തെങ്കിലും പറഞ്ഞതാ പെണ്ണെ ഡോക്ടർ വരാതിരിക്കാൻ. ഞാനിനി തലകുത്തി നിന്ന് എന്തൊക്കെ ആലോചിച്ച് പറഞ്ഞു തന്നാലും അശ്വിൻ ഡോക്ടർ വരും. പിന്നെ ഞാൻ എന്തിനാടി വെറുതെ തലവേദന വിളിച്ച് വരുത്തുന്നത്? അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം. അമ്മ ഇന്ന് നേരത്തെ കിടന്നു, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. കീർത്തി നന്ദിനിയുടെ റൂമിലേക്ക് പോയി. അമ്മ ഉറങ്ങുന്നത് കണ്ട് കതക് ചാരി നേരെ അരുണിൻ്റെ അടുത്തേക്കാണ് പോയത്. ചാരിയിരുന്ന വാതിൽ തുറന്ന് കീർത്തി അകത്തേക്ക് കയറുമ്പോൾ അരുൺ കണ്ണടച്ച് കിടക്കുകയാണ്. ഉറക്കമാണെങ്കിൽ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി കീർത്തി അവന് ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചു കൊടുത്തു. ലൈറ്റ് ഓഫാക്കി ബെഡ് ലാമ്പ് ഓണാക്കി നിവർന്നപ്പോൾ അവളുടെ കയ്യിൽ അരുൺ പിടുത്തം വിട്ടു. ആ, ഉറങ്ങിയില്ലായിരുന്നോ? അവൾ ബെഡിൽ അവനടുത്തായിരുന്നു. റൂമിലെ അരണ്ട പ്രകാശത്തിൽ അവളുടെ മൂക്കിലെ മൂക്കുത്തി വെട്ടിത്തിളങ്ങി. അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കിക്കിടന്നു. എന്തിനാടി എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? വളരെ പതുക്കെ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അരുൺ ചോദിച്ചു. എനിക്കൊരുപാട് ഇഷ്ടമായതുകൊണ്ട്, ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്, സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ലാത്തതുകൊണ്ട്. പറയുമ്പോൾ അവളുടെ ഒച്ചയിടറി. ഒന്നും ഞാൻ തിരികെ പ്രതീക്ഷിക്കില്ല. പക്ഷേ എന്നെ ഇഷ്ടമല്ലെന്ന് മാത്രം അരുണേട്ടൻ പറയരുത്. അത്രയെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യില്ലേ? ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. നിറഞ്ഞ കണ്ണുകൾ ഇടം കൈ കൊണ്ട് തുടച്ചു പറയുന്നവളെ ഒട്ടൊരു വാത്സല്യത്തിൽ നോക്കി അരുൺ. എന്നെ അത്രയ്ക്കിഷ്ടമാണോ? എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞാൽ? അത് കേട്ടപ്പോൾ പെണ്ണിൻ്റെ മുഖം വാടി. എന്നാൽ എൻ്റെ ഉമ്മ തിരികെ എത്താം. ചുണ്ടും കൂർപ്പിച്ച് അവൾ പറയുമ്പോൾ അരുൺ അവളെ വലിച്ച് നെഞ്ചിൽ ചേർത്തു. തരട്ടെ നിൻ്റെ ഉമ്മ? അവൻ അടഞ്ഞുപോയ ഒച്ച അവളുടെ മുഖത്ത് പതിയുമ്പോൾ താൻ കേൾക്കുന്നത് സത്യമാണോ എന്ന മട്ടിൽ അവൾ ഒരിക്കൽ കൂടി അരുണിനെ നോക്കി. കവിളിൽ മയിൽപ്പീല് കൊണ്ട് തഴുകും പോലെ അത്രയും പതിയെ അവൻ്റെ ചുണ്ട് അവളുടെ കവിളിൽ പതിഞ്ഞു. പിന്നെ അത് താഴേക്ക് ചലിച്ച് കഴുത്തിലെ നീല ഞരമ്പിൽ പതിയെ തൊട്ടുപോയി. അത്രയും പതിഞ്ഞു പോയൊരു ചുംബനം. ആത്മാവിൻ്റെ ആഴത്തിൽ മുദ്രണം ചാർത്തിയ നിശ്വാസത്തിൻ്റെ അടയാളം. ശരീരത്തിൻ്റെ ഭാരം നഷ്ടപ്പെട്ട് ഒരു തൂവൽ പോലെയായി കീർത്തി. താനിപ്പോൾ ഭാരമില്ലാതെ നിലത്തേക്ക് വീണു പോകുമെന്ന് അവൾ ഭയപ്പെട്ടു. അരുണിൻ്റെ നെഞ്ചിൽ അറിയാതെ മുഖം ചേർത്ത് കിടന്നു. അതേ നിമിഷം അവൻ്റെ കൈ അവളെ ചേർത്ത് പിടിച്ചു. അരുണും വല്ലാത്തൊരനുഭൂതിയിലായിരുന്നു. ഈ നിമിഷം അവസാനിക്കരുത് എന്ന് പോലും ആഗ്രഹിക്കുന്നത് പോലെ. അല്പനേരം കൂടി കീർത്തിയ കിടപ്പ് തുടർന്നു. അത് കഴിഞ്ഞ് എന്തോ ഓർത്ത പോലെ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവനിൽ നിന്നും അടർന്നു മാറി. എന്തു പറ്റി? ഞാൻ പെട്ടെന്ന് അങ്ങനെ. അപ്പോൾ എപ്പോഴാണ് തിരികെ പോകുന്നത്? എവിടേക്ക്? നിനക്ക് കിട്ടാനുള്ളത് എന്തോ കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്നോ മറ്റോ പറഞ്ഞിരുന്നല്ലോ. അരുണിൻ്റെ സംസാരത്തിൽ കുറുമ്പ് നിറഞ്ഞു. അവളത് തിരിച്ചറിഞ്ഞു. ഇനി മരണം വരെ വിട്ടുപോകില്ല. അവൾ അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് കണ്ണിലും മൂക്കിലും നെറ്റിയിലും കവിളിലുമൊക്കെ ഉമ്മ വെച്ചു. അപ്പോഴൊക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ കണ്ണുനീരിൽ അവൻ്റെ മുഖം നനഞ്ഞു. ഇനി എന്നിൽ നിന്നൊരു തിരിച്ചുപോക്ക് നിനക്കുണ്ടാവില്ല കീർത്തി. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ അവളുടെ കാതോരം അരുൺ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പോട്ടെ, ചിലപ്പോൾ ചാരു എന്നെ കാണാഞ്ഞ് അന്വേഷിച്ച് വരും. അവൻ്റെ കൈക്കുള്ളിൽ നിന്നും എഴുന്നേറ്റ് മാറി കീർത്തി ചോദിച്ചു. പോയി കിടന്നുറങ്ങിക്കോ. ഇനി എന്നെ വിട്ടു പോകുന്നതിനെക്കുറിച്ച് നീ ചിന്തിക്കുകയേ വേണ്ട. എന്തായാലും എൻ്റെ പോലും അനുവാദം ചോദിക്കാതെ ഇടിച്ചു കയറി വന്നു. ഇനി ഞാൻ പറയണം നീ ഇറങ്ങിപ്പോകണോ വേണ്ടയോ എന്ന്. ചെറുതായി ഒന്ന് മയങ്ങി എന്ന് തോന്നിയതുകൊണ്ട് കീർത്തി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയതോ തിരികെ വന്നതോ ഒന്നും തന്നെ ചാരു അറിഞ്ഞില്ല. കീർത്തിക്കാണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. അത്രമാത്രം സന്തോഷം കൊണ്ട് മനസ്സ് തിങ്ങി നിറഞ്ഞു. അരുൺ ഉമ്മ വെച്ച കവിളുകളിൽ ഒരു 100 തവണയെങ്കിലും അവൾ തൊട്ട് തലോടിയിട്ടുണ്ടാകും. തലയിണയിൽ മുഖം അമർത്തി അതിനെയും കെട്ടിപ്പിടിച്ച് ചിരിയോടുകൂടി തന്നെ അവൾ ഉറക്കത്തെ വരവേറ്റു. ഏകദേശം 1 മണിയോടടുത്തപ്പോൾ അശ്വിൻ്റെ കാർ ചാരുവിൻ്റെ വീടിന് കുറച്ച് പിന്നിലായി വന്ന് നിന്നു. കാറിൽ നിന്നും അശ്വിൻ ഇറങ്ങിയിട്ടും കോ ഡ്രൈവിംഗ് സീറ്റിൽ അനങ്ങാതിരിക്കുന്ന വിനോദിനെ അവൻ നോക്കി. നീ എന്താ ഇറങ്ങുന്നില്ലേ? അശ്വിൻ അല്പം കുനിഞ്ഞ് കാറിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് എൻ്റെ കാമുകിയെ കാണാനല്ലല്ലോ ഞാൻ വന്നത്.
നീ വന്നിരിക്കുന്നത് നിന്റെ കാമുകിയെ കാണാനല്ലേ? പോയി കണ്ടിട്ട് വാടാ, ഞാനിവിടെ ഇരുന്നോളാം. എടാ അതെങ്ങനെ ശരിയാകും? നിന്നെ ഈ സമയത്ത് കാറിനുള്ളിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമായി പറച്ചിലാക്കി ആകെ പ്രശ്നമാകും. അശ്വിൻ ചുറ്റുപാടും ഒന്ന് നോക്കിക്കൊണ്ട് വിനോദിനോട് പറഞ്ഞു. ഓ പിന്നെ നിന്നെ കണ്ടുപിടിച്ചാൽ പിന്നെ ഈ പറയുന്ന പ്രശ്നം ഒന്നും ഉണ്ടാകില്ലല്ലോ. ഈശ്വര, ഏത് നേരത്താണാവോ ഇവനോടൊപ്പം ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത്. ഇതിപ്പോൾ അവൻ അടി വാങ്ങിക്കുന്നതോടൊപ്പം എനിക്കും കൂടി വാങ്ങിത്തരുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇവനെയൊക്കെ പ്രേമിക്കാൻ കണ്ട സമയം ബാക്കിയുള്ളവൻ്റെ എല്ല് വെള്ളമാവും. ഇരുന്ന് തത്വം പറയാതെ ഇറങ്ങി വാടാ പുല്ലേ. അശ്വിന് ദേഷ്യം വന്നു. വിനോദ് കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. രണ്ടുപേരും കൂടി ഇരുളിൻ്റെ മറവ് പറ്റി ചാരുവിൻ്റെ വീടിൻ്റെ പിന്നിലെ മതിൽ ചാടി. കള്ളന്മാരെ പോലെ പതുങ്ങി വീടിൻ്റെ ഏകദേശം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് കൃത്യമായി ചാരുവിൻ്റെ റൂമിൻ്റെ ജനലോരം എത്തി. അകത്ത് ഡിം ലൈറ്റ് ഓൺ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെയും വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. ജനൽപ്പാളി തുറന്നു നോക്കുമ്പോൾ അതിനേക്കാൾ കഷ്ടം. നെറ്റടിച്ചിരിക്കുന്നു. ഒന്ന് തോണ്ടി വിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെ ആണല്ലോടാ നിൻ്റെ അവസ്ഥയെന്ന് വിനോദ് അശ്വിനെ നോക്കി. ഇനി ചാരുവിനെ വിളിക്കാതെ നിവർത്തിയില്ലെന്ന് മനസ്സിലാക്കിയവൻ ചാരുവിൻ്റെ മൊബൈലിലേക്ക് വിളിക്കുമ്പോഴാണ് അതിനേക്കാൾ കഷ്ടം. മൊബൈൽ സൈലൻറ്റിലാണ്. കീർത്തിയെ വിളിക്കാമെന്ന് കരുതിയപ്പോൾ ഇനി അവളുടെ ഫോൺ ഉച്ചത്തിൽ റിങ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഉണരും. അക്കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ പരിപാടിയും റിസ്ക്കാണ്. എല്ലാം കൊണ്ടും ശോകം. ഒടുവിൽ ഒരു പദ്ധതിയും വർക്കൗട്ട് ആവില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ പിന്തിരിഞ്ഞു. ഇവിടെ വരെ പെട്രോളും ചിലവാക്കി ഇത്രയും റിസ്ക് എടുത്ത് വന്നിട്ട് അവളെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നത് അശ്വിന് സങ്കടമായിരുന്നു. നീ വൈകുന്നേരം വിളിച്ചപ്പോൾ അവളോട് വീട്ടിലേക്ക് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ? വിനോദ് ചോദിച്ചു. ഞാൻ അവളോട് പറഞ്ഞപ്പോൾ തന്നെ അവൾ വേണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്നാൽ അവൾക്ക് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു. പോട്ടടാ, ഇന്നലെ കൂടി കണ്ടതല്ലേ. ഇന്നൊരു ദിവസമല്ലേ ആയുള്ളൂ നീ അവളെ കാണാതിരുന്നിട്ട്. അതിനിടയ്ക്ക് നിനക്ക് ഇത്രയും വിരഹമോ? പ്രേമിക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. അല്ലാതെ നിന്നെപ്പോലെ മൂരാച്ചികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഓ ഇനി എൻ്റെ നെഞ്ചത്തോട് കയറിക്കോ. വിനോദ് ദേഷ്യത്തിൽ വണ്ടിയെടുത്തു. വണ്ടി ഏകദേശം ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപേയുള്ള ഷോർട്ട് കട്ടിൽ അശ്വിൻ വണ്ടി നിർത്തി. നീ എന്താടാ ഇവിടെ നിർത്തിയത്? ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായി. നമുക്ക് പോയി കിടക്കാം. ഇനിയിപ്പോൾ ചെന്ന് കിടന്നാൽ ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അടുത്ത ബാറിൽ പോയി 2 പെഗ് അടിക്കാം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? അളിയൻ വണ്ടി എടുക്ക്. വിനോദ് ഉത്സാഹത്തോടെ പറഞ്ഞപ്പോൾ അശ്വിൻ നേരെ വണ്ടി ബാറിലേക്ക് വിട്ടു. ഫ്ലാറ്റിൽ ഇരുന്നതല്ലാതെ രണ്ടുപേരും പുറത്തുപോയി മർദ്ദിപ്പിക്കാറില്ല. ഇന്ന് എന്തുകൊണ്ടോ ഒരു ചേഞ്ച് ആവാമെന്ന് തോന്നി. ഏകദേശം 2 മണിക്കൂറിൽ കൂടുതൽ അവരവിടെ ചെലവഴിച്ചു. ഒടുവിൽ വല്ല വിധേനയും ഫ്ലാറ്റിലെത്തി. റൂം തുറന്ന് അകത്തേക്ക് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. സോഫയിലും നിലത്തുമായി വീണുപോയി. രാവിലെ വളരെ വൈകിയാണ് രണ്ടുപേരും ഉണർന്നത്. അതും വീട് വൃത്തിയാക്കാൻ വരുന്ന ചേച്ചി വന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട്. അശ്വിനാണ് ആദ്യം എഴുന്നേറ്റ്. തല വെട്ടി പൊളിയുന്നത് പോലെ തോന്നി. നിലത്ത് കിടക്കുന്ന വിനോദിനെ ഒറ്റ തൊഴിയായിരുന്നു. അവൻ ചാടി എഴുന്നേറ്റു. നിനക്കെന്താടാ രാവിലെ ഭ്രാന്ത് പിടിച്ചോ? വിനോദ് ഉറക്കം മുറഞ്ഞ ദേഷ്യത്തിൽ അശ്വിൻ്റെ നേരെ ചീറി. സമയം നോക്കടാ കോപ്പേ, മണി 10 കഴിഞ്ഞു. ഇതാരാടാ പ്രസവിക്കാൻ മുട്ടി നിൽക്കുന്നത് പോലെ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ക്ലീനിങ്ങിന് വരുന്ന ചേച്ചിയായിരിക്കും. നീ ചെന്ന് വാതിൽ തുറന്നു കൊടുക്ക്. അല്ലെങ്കിൽ ആ തള്ള ഈ ഫ്ലാറ്റിലെ മുഴുവൻ പേരെ അറിയിക്കും. വിനോദ് എഴുന്നേറ്റ് അകത്തേക്ക് പോകുമ്പോൾ അശ്വിൻ ഡോർ ഓപ്പൺ ചെയ്തു. അവരെ ദേഷ്യത്തിൽ ഒന്ന് നോക്കി അകത്തേക്ക് പോയി. പിന്നെ വെപ്രാളത്തിൽ രണ്ടുപേരും റെഡിയായി ഇറങ്ങി. ഒരേ ലിഫ്റ്റിൽ അടുത്തടുത്ത് ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു. ലിഫ്റ്റിലടുത്തേക്കുള്ള ഓട്ടത്തിനിടയിൽ വിനോദ് ആരെയോ ചെന്നടിച്ചു. ഇടിയുടെ ആക്കത്തിൽ രണ്ടുപേരും മറിഞ്ഞ് നിലത്തേക്ക് വീണു. പെട്ടെന്നവൻ ചാടി എഴുന്നേറ്റ് നിലത്ത് വീണ് കിടന്നവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി. അപ്പോഴേക്കും ശരിക്കും അവൻ താൻ ഇടിച്ചതാരാണെന്ന് കാണുന്നത്. 10-25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ ഇടത് കാലിന് ചെറിയൊരു ഏന്തലുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോറി, ഞാൻ കണ്ടില്ല. റിയലി സോറി. ഇറ്റ്സ് ഓക്കെ പറഞ്ഞുകൊണ്ട് അവൾ അവരുടെ നേരെ എതിരെയുള്ള ഫ്ലാറ്റിലേക്ക് പോയി. വിനോദിനെ കാണാഞ്ഞതുകൊണ്ട് ലിഫ്റ്റിൽ നിന്നും അശ്വിൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ്? പെട്ടെന്ന് കയറി വാടാ. വിനോദിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവനെയും കൊണ്ട് നേരെ ലിഫ്റ്റിലേക്ക് പോയി.